കുറേ നാരുകളൊക്കെ എടുത്തിട്ടുള്ളേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പം. ശരിക്കും നമ്മളിങ്ങനെ കുക്കറപ്പം എന്നൊക്കെ അല്ലേ പറയണ്ടേ. നമ്മൾ പണ്ടത്തെ പോലെ വല്ല കലത്തിലുണ്ടാക്കണേ, എളുപ്പത്തിന് കുക്കറിൽ ഉണ്ടാക്കണം. എന്നാലും പേരിനൊരു വ്യത്യാസം, നമ്മളായിട്ടിന് മാറ്റമൊന്നും വേണ്ടല്ലേ. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഉണ്ടല്ലോ, ഒരു കപ്പ് പച്ചരി നമുക്കൊരു 2-3 മണിക്കൂർ ഒന്നങ്ങോട്ട് കുതിർത്തിയിട്ട് ആ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് ഊറ്റി മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഡ്രൈ ആവണം. അതിന് ശേഷം പിന്നെ നേരെ ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് 2 ഏലക്കയും ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ചോറും ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒട്ടും തരി ഇല്ലാണ്ട് വേണ്ടിട്ട് ഇത് അടിച്ചെടുക്കാനായിട്ട്. അടിച്ചു കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വെള്ളം പോലെയാണ് ഇത് ഇരിക്കുക. അത് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര അതൊരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ വേണ്ടിട്ട് ഉരുക്കിയെടുക്കാനായിട്ട്. ഞാൻ 2 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഒരു നേരെ മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഈ ശർക്കരയൊക്കെ അങ്ങോട്ട് ഉരുക്കി കഴിഞ്ഞാലല്ല ആ ചൂടിൽ തന്നെ നേരെ അവിടെ ഒരു അരിമാവിലോട്ട് ചേർത്തിട്ട് കൈയെടുക്കാണ്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 2 പിഞ്ച് സോഡാപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം കലക്കി അങ്ങോട്ട് എടുക്കുക. ഇപ്പം മാവിന് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും കേട്ടോ. ഈ ചൂട് പോണേന് മുന്നേ നമുക്ക് ഉണ്ടാക്കുകയും വേണം. അതിൻ്റെ ഇടയിൽ കൂടി ഉണ്ടല്ലോ നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടെ ചുമക്കനെ അങ്ങോട്ട് മൂപ്പിച്ചിട്ട് അതും മാറ്റി വെച്ച് കൊടുത്തോളൂ കേട്ടോ. ഇനി ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ നേരെ ഒരു കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറവാണെന്ന് തോന്നണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചോളൂ കേട്ടോ. എന്നിട്ട് കൈയോടുകൂടി തന്നെ നമ്മളുടെ ഈ ഒരു ബാറ്ററും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ആ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് കുക്കർ അങ്ങോട്ട് അടച്ചോളൂ കേട്ടോ. ആ വെയിറ്റ് വെക്കരുത് കേട്ടോ. പിന്നെ ആദ്യത്തെ 1.5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ 15 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ. അതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റ് ആയിട്ട് കുക്കർ തുറന്നാൽ മതിട്ടാ.